റിയാലിന്റെ മൂല്യം കൂപ്പുകുത്തിയതിനെ തുടർന്ന് ഇറാനിൽ ആരംഭിച്ച പ്രക്ഷോഭം തുടർച്ചയായ 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തലസ്ഥാനമായ ടെഹ്റാനിൽ ആരംഭിച്ച പ്രക്ഷോഭം മറ്റു പ്രധാന നഗരങ്ങളിലേക്കും വ്യാപിക്കുകയാണ്. വിദ്യാർത്ഥികൾ അടക്കം നിരവധി പേർ ഇപ്പോൾ കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. കുതിച്ചുയരുന്ന പണപ്പെരുപ്പവും ഇറാനിയൻ കറൻസിയുടെ മൂല്യത്തകർച്ചയും ജീവിത സാഹചര്യങ്ങൾ തീരെ മോശമാക്കിയതോടെയാണ് ജനം ഒന്നാകെ തെരുവിലിറങ്ങിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ ഇറാനിൽ സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ചവരുടെ എണ്ണം 7ആയി. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധം അടിച്ചമർത്താൻ സുരക്ഷാ സേന വ്യാപകമായി ശ്രമിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. ഇറാനിൽ ഏറ്റവും പ്രശസ്തമായ മൊബൈൽ ഫോൺ ബസാറിൽ നിന്നാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കം. വ്യാപാരികളാണ് ആദ്യം പ്രതിഷേധം ആരംഭിച്ചത്. വിദ്യാർത്ഥികൾ പിന്തുണച്ചതോടെ പ്രതിഷേധം രാജ്യമാകെ വ്യാപിക്കുകയായിരുന്നു. ഇറാനിലെ തെക്കൻ നഗരമായ ഫസയിൽ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായത്. പ്രവിശ്യ ഗവർണറുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടിരുന്നു. പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ഇറാൻ സെൻട്രൽ ബാങ്ക് മേധാവി മുഹമ്മദ് റസ ഫാർസിൻ രാജിവെച്ചു. സർക്കാർ രാജ്യത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചു. പ്രതിഷേധക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സർക്കാർ അറിയിച്ചിരുന്നു. ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായും വ്യാപാരികളുമായി നേരിട്ട് ചർച്ച നടത്താമെന്നാണ് സർക്കാർ വക്താവ് ഫാത്തിമ മൊഹജറാനി പറഞ്ഞത്. ഇറാനിയൻ കറൻസിയുടെ മൂല്യത്തകർച്ച, വിലക്കയറ്റം എന്നിവയാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം. ഡിസംബർ 28-നാണ് പ്രതിഷേധം ആരംഭിച്ചത്. കഴിഞ്ഞ 1 വർഷത്തോളമായി ഇറാനിയൻ കറൻസിയുടെ മൂല്യം ഗണ്യമായി കുറയുകയാണ്. ഇത് ഇറക്കുമതി ചെലവുകൾ വർദ്ധിപ്പിക്കുകയും പിന്നാലെ പണപ്പെരുപ്പം വർദ്ധിക്കുകയുമായിരുന്നു. നിലവിൽ 40% മേലെയാണ് ഇറാനിൽ പണപ്പെരുപ്പം. ആണവ പദ്ധതിക്കെതിരായ അമേരിക്കൻ ഉപരോധവും പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധവും പ്രാദേശിക സംഘർഷങ്ങളുമെല്ലാം ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് കൈരളി ന്യൂസ്.